റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ അവസാനം വരെയുള്ള വാക്യത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ന്യായപ്രമാണം ഉണ്ടായിരുന്നപ്പോൾ പാപത്തെ കണക്കിട്ടു. പാപത്തിന് പരിഹാരമല്ല, താൽക്കാലിക ടെമ്പററി പരിഹാരം. അതാണ് യാഗം കഴിച്ച് നിയമം ചെയ്ത് വിശുദ്ധന്മാരെ എൻ്റെ അടുക്ക് കൂട്ടുക. ആട്ടുംകുട്ടീനെയും പ്രാവ് കുഞ്ഞിനെയൊക്കെ യാഗം കഴിച്ച് താൽക്കാലിക പാപപരിഹാരം വരുത്തിക്കൊണ്ടിരുന്നവർക്ക് രക്ഷയുണ്ട്, അല്ലാത്തവർക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് ജോബ് തൻ്റെ മക്കൾ പാപം ചെയ്തു പോയിരിക്കുമെന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ജോബിനെ നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പം മരണം മോശ വരെ ഉണ്ടായുള്ളൂ. മോശ കഴിഞ്ഞ് യേശുക്രിസ്തു വന്നപ്പോൾ നിത്യജീവൻ നമുക്ക് ലഭ്യമായി തുടങ്ങി. കർത്താവ് എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം ഇതിൽ കർത്താവ് പറയുന്ന ചില പ്രസ്താവനകൾ പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ പ്രേരണയുണ്ട്. അതാണ് ദൈവാത്മാവ് തരുന്ന പ്രേരണയാണ്. അത് നമ്മൾ തട്ടിക്കളയരുത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ അവർ അവനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് എന്താ പറഞ്ഞത്? ആമേൻ ആമേൻ ഞാനോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അപ്പോൾ അവർ പറയാ, കർത്താവേ അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ആ വചനം അപ്പമായി ഭക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെയുള്ളവർ മരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണമെന്ന് പ്രസംഗിച്ച് ഭാവിയായ ഒരു മനുഷ്യനെ കൊണ്ട് കുഴിച്ചിട്ട് ഉപദേശിമാര് കാശും മേടിച്ചു പോവുക, കവറും മേടിച്ചു പോവുക. മരണമേ നിന്റെ ജയവും എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെയെന്ന് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ പറയത്തക്ക നിലയിൽ ഒരാത്മീക നിലവാരത്തിലേക്ക് അവൻ വരണമെന്നാണ് എൻ്റെ ശാഠ്യം, എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയം. മരിച്ചു പോകുന്ന ഓരോ വിശ്വാസികളും മരണത്തെ ഓവർകം ചെയ്യാനുള്ള ആത്മീക നിലവാരമില്ലാതെ മരിച്ചാൽ അവരെങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും? മരണാനന്തര ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഉപദേശം പഠിപ്പിക്കുന്ന പെന്തക്കോസ് പാസ്റ്റർമാർ എത്ര പേരുണ്ട്? അപ്പം നിങ്ങൾ പറയും, ഞാനുണ്ട് പാസ്റ്റേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ളവരായിരിക്കാം, ഉണ്ടാകാനാണ് ഈ പ്രസംഗിക്കുന്നത്. സങ്കീർത്തനം വായിച്ച് ജനത്തെ കൊന്നുകൊണ്ടിരിക്കുന്നവരാ ഉള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള സഹോദരിയോട് ഇച്ചിരി ശാഠ്യത്തോടെ സംസാരിച്ചു. ഞങ്ങൾ സങ്കീർത്തനം വായിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നിങ്ങൾ 150-ാം സങ്കീർത്തനം എങ്ങനെ വായിക്കുമെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. 109 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പോഴും പറയാൻ പ്രേരണയുണ്ട്. പ്രേരണ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണമല്ലോ, പിന്നെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വത്രം 109-ാം സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. എന്താ അതിൽ എഴുതി വെച്ചേക്കണമെന്നൊന്ന് വായിക്കാം. എൻ്റെ സ്നേഹിതന്മാർ പകരം എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു. 109-4 മുതൽ. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചു. ആരോ ദാവീദിനോട് വൈര്യം കാണിച്ചെന്ന്. ഇപ്പം നമ്മളോടൊക്കെ പലരും വൈര്യം കാണിക്കുന്നുണ്ടല്ലോ. നമ്മൾ തിരിച്ചു കാണിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മളിലുള്ളത് കൊണ്ട്. ഇല്ലെങ്കിലോ അവരൊക്കെ ഒന്ന് കുഴിച്ചുകൂടും. നമ്മൾ കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. ഞാനുമൊക്കെ കുറഞ്ഞ പുള്ളികളല്ലായിരുന്നു, മനസ്സിലാക്കണം. പക്ഷെ നമ്മളെന്താ കാര്യം ചെയ്യാത്തത്? ക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മൾ ഉള്ളിൽ കിടക്കുക.
തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനും തമ്മിൽ തമ്മിൽ പൊറുക്കാനും വഹിക്കാനും. ഇവിടെ എഴുതിയിരിക്കുക, നീ അവൻ്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ. ദൈവത്തോട് ദാവീദ് പറയുക, ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയും ആയിത്തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. ഓ, തങ്ങളുടെ ശൂന്യഭവനങ്ങളെ അവർ ഇരന്ന് നടക്കട്ടെ. ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതെല്ലാം കൊണ്ടുപോകട്ടെ. നീയും കൊണ്ട് കുറെ തിന്നുപോയി, ഈ പറയുന്ന നീയും. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ. അവൻ്റെ അനാഥരോടും ആർക്കും കൃപ തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. നീ ഇതെടുത്ത് പറഞ്ഞാൽ നിന്റെ സന്തതി എന്നെ മുടിഞ്ഞു പോകും, വേറെ ആരും മുടിയത്തില്ല. കാരണം കർത്താവ് ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ പൊറുക്കാനും വഹിക്കാനും സ്നേഹിക്കാനുള്ള ഒരു പ്രമാണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കോടതി കയറുന്ന പെന്തക്കോസ്തർ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. കോടതി കയറുന്നത് അന്യായമാണെന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം വായിച്ചു പഠിച്ചോ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കോടതി കയറുന്നവൻ ഇന്ന് കോടതി കയറ്റിൽ നിർത്തണം. സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും ലോക്കൽ പാസ്റ്റർ ആണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആരാണെങ്കിലും. എന്നെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് കോടതി പോകാൻ വിളിച്ചു. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. എനിക്ക് ആ ഉപദേശമൊന്നും അറിയത്തില്ലെന്ന്. എന്നിട്ട് എൻ്റെ ഉള്ളിലുണ്ട് പോകരുത് 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 പോകരുത്. കാരണം എന്താ? പോകാൻ പാടില്ല. അത് പ്രതികാരമാണ്, അത് പകയാണ്, അത് പിണക്കാണ്. യാതൊരു കോപിക്കുന്നവൻ ദൈവത്തിന്റെ സ്വർഗത്ത് പോവില്ലല്ലോ. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ആത്മീക രോഷം കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ പ്രമാണം, ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതികളും സങ്കീർത്തനത്തിന്റെ പഠിപ്പിക്കലുകളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പാസ്റ്റർമാർ പറഞ്ഞ ഒരു അടവ്, ഞങ്ങൾ ശാപസങ്കീർത്തനം ഒന്നും വായിക്കാറില്ലെന്ന്. ഓരോ സങ്കീർത്തനത്തിൽ പെട്ടതായത്. സങ്കീർത്തനം വായിക്കണം, ഇതെല്ലാം വായിക്കണം. സങ്കീർത്തനം നല്ല സങ്കീർത്തനം, ഭക്ഷിക സങ്കീർത്തനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വായിച്ച് പഠിക്കും. സഭയെ പ്രസംഗിക്കേണ്ട പുതിയ നിയമമാണ്. 28:20 എന്താ? ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാലിനോട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവി. കർത്താവ് കൽപ്പിച്ചതാണ് പ്രസംഗിക്കേണ്ട സഭയിലെ, നിങ്ങൾക്ക് തോന്നുന്നതല്ല. പാസ്റ്റർ ബാബു ജോൺ ലണ്ടനിൽ നിന്ന് പ്രസംഗിച്ച് ഞാനത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും കരച്ചിലൊക്കെ വന്നു. സത്യം, പാസ്റ്റർ ഒരു വാക്യം വായിച്ചിട്ട് പറയാം, എനിക്കിങ്ങനെ തോന്നുന്നു, ഇതിങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആയിരിക്കാം, നിന്റെ ഇങ്ങനെ അങ്ങനെയൊന്നും പറയണ്ട. ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞാച്ചാൽ മതി. എന്താ കാര്യം? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. വചനത്തിൽ ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ അത് ശക്തി അതിൽ വ്യാപരിക്കും. വ്യാപരിക്കുന്ന നിങ്ങളിൽ അത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനം പറയുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ദൈവവചനം എന്ത് ചെയ്യുന്നു? വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി, പ്രത്യാശയായി, ആത്മീയ വളർച്ചയായി, ആത്മീയ വർധനവായി, പ്രൈസ് ദി ലോർഡ്, എല്ലാ നിലയിലും ആ വചനത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ കത്തലുണ്ടാകും. ആദ്യം ഒരു കുത്തലുണ്ടാകും. വചനം ഹൃദയത്തിൽ കുത്തലുണ്ടാക്കും. ആ കുത്തലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു കത്തലുണ്ടാകും. കത്തലുണ്ടാകുമ്പോൾ എന്ത് പറ്റും? പാവകളെ ഏറ്റു പറഞ്ഞ് യുദ്ധീകരണം പ്രാപിക്കും. അപ്പോൾ ആത്മീയ വളർച്ച കിട്ടും. ഇത് പുതിയ നിയമം പ്രസംഗിക്കുന്നതിനെ കശാപ്പ് ചെയ്യാൻ നടക്കുക ഇന്നത്തെ ഉപദേശിമാര്. നിങ്ങൾ കശാപ്പ് ചെയ്ത് അവസാനം നിങ്ങൾ നനവാൻ്റെ കൂടെ നരകത്തിൽ പോയി കിടക്കേണ്ട ഗതികെട്ട അവസ്ഥ വരും. ഞങ്ങളിത് പറയുന്നത് ആധികാരികമായിട്ട് തന്നെ. ഈ വചനം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കത്തലുണ്ടാകണം, ഒരു ശുദ്ധീകരണം ഉണ്ടാകണം, ഒരു ആത്മീയ വളർച്ച ഉണ്ടാകണം, ഒരു ആത്മീയ വർധന ഉണ്ടാകണം.
ഹല്ലേലൂയ. പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവൃത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അതേതാണ് ഏകൻ? ആദാം. ആദാമിനെ കുറിച്ച് പറയുന്നത് സ്തോത്രം, ഒന്നാമത്തെ ആദാം, മറ്റത് ഒടുക്കത്തെ ആദാം. അതുകൊണ്ടാണ് ആ പേരിടരുതെന്ന് പറഞ്ഞ്. ഒടുക്കത്തെ ആദാം എന്നിട്ടോ, പക്ഷെ അങ്ങനെ ഇടുമ്പോൾ അതൊരു ഭംഗിക്കേടാ. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. സ്തോത്രം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത സുബോധം നഷ്ടപ്പെട്ട വിശ്വാസികളായി. ആദാം എന്ന പേരിടുമ്പോൾ ചിന്തിച്ചോണം, അവൻ തോറ്റുപോയനല്ലേ, അവൻ വീണ് പോയനല്ലേ, അവൻ സാത്താൻ അടിയറ വെച്ചവനല്ലേ. ദൈവം എന്താ പറഞ്ഞ അവനോട്? സകലത്തെയും അടക്കി വാഴാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? അടക്കി വാഴാൻ പറഞ്ഞു. അച്ചു പറയുന്ന കേൾക്കുന്നവനൊന്നും ഗുണം പിടിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇതുങ്ങൾ നേരെ ഇവ പറയാൻ നിങ്ങൾക്ക് അറിയത്തില്ലൊന്നാണ്. പറയുന്ന മുഴുവൻ വിഡ്ഢിത്തരവും പോഷത്വങ്ങളുമായിരിക്കും. മനസ്സിലായോ? അത് പൗലൂസ് പറയുന്നുണ്ട്. സ്ത്രീ ബലഹീന പാത്രമാണ്, അവർ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അവർ പറയുന്നത് സൂക്ഷിച്ചു വേണം എടുക്കാൻ. നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. പുരുഷന്മാരെ ദൈവത്തിൽ വിലയേറിയവരാണ്. ക്രിസ്തുവിന്റെ തലയാ പിതാവ്. നമ്മുടെ തല ക്രിസ്തു. പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവ്. ഭാര്യയുടെ തല നമ്മളാ. ഇന്ന് പല പെന്തക്കോസ് കുടുംബങ്ങളിലും ദുഃഖത്തോടെ പറയട്ടെ, തല തിരിഞ്ഞു കിടക്കുക. അവിടുത്തെ തല ഭാര്യമാരാ. ഇവനൊക്കെ ഗുണം പിടിക്കാതെ കിടക്കുന്നതിൻ്റെ കാര്യം അതാ. ഇന്ന് മാനസാന്തരപ്പെട്ടോണം, തിരിഞ്ഞു വരണം. സഹോദരന്മാരെ, പുരുഷത്വം കാണിപ്പിനെന്ന് പറഞ്ഞാൽ എന്താ? പലരും പെണ്ണുങ്ങളെ പോലെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പുരുഷന്മാരാകാനാ പറയുന്നത്. പുരുഷൻ എന്ത് ചെയ്യണം? അധ്വാനിച്ച് ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, അനുസരിക്കണം. ഇത് പുസ്തകത്തിലെ പ്രമാണമാണ്. മനസ്സിലായോ? ഇത് നേരെ തിരിഞ്ഞാൽ ശാപമേൽക്കും. ഇത് പല പെന്തക്കോസ് കുടുംബങ്ങളിൽ ശപിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാരണം ഭർത്താക്കന്മാരെ അനുസരിക്കാതെ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുകയും ഭർത്താക്കന്മാരെ എതിര് പറയുകയും ചെയ്യുന്നവരായതുകൊണ്ട്. എനിക്കത് പറയാൻ ഒരു മടിയില്ല. ആരെയും പേടിക്കണ്ട. ലോകത്തിൽ കർത്താവിനെ അല്ലാതെ ഒരൊറ്റ മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല. പാസ്റ്റർമാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കാറ്റഗറി പെട്ടവരായതുകൊണ്ടാണ്. അവർ ഈ ഉപദേശങ്ങൾ അറിയാത്തവർ കൊണ്ടാണ് അവരെ നമ്മൾ ഇച്ചിരി ബഹുമാനിക്കുന്നത്. മനസ്സിലായോ? പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ തികഞ്ഞ ആത്മീയരായിരിക്കണം. നല്ല കറതീർന്ന പാസ്റ്റർമാർക്ക് കറതീർന്ന വിശ്വാസികളെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഈ അനേകർ മരിച്ചു എന്ന് പറഞ്ഞാൽ ആരൊക്കെ മരിച്ചു സഹോദര? ആദാമിന്റെ ലംഘനം കൊണ്ട് ആരൊക്കെ മരിച്ചു? സകലരും മരിച്ചു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ ലോകത്ത് കടന്നു. സകല മനുഷ്യരും മരിച്ചു. പാപത്തിൽ അവർ മരിച്ചു. അവരുടെ ആത്മാവ് നഷ്ടമായി. ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം എൻ്റെ ആത്മാവാണ്. ശരീരം മണ്ണോട് ചേരുമെന്ന് കർത്താവ് പറഞ്ഞു. മനസ്സിലായോ? ഈ ദേഹം മണ്ണോട് ചേരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ചേരും. ആത്മാവിൻ്റെ നാട് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആത്മാവ് പോകണമെങ്കിൽ ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കണം. ചുമ്മാ ഒന്നും പോകത്തില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിടത്തെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കിടക്കാണ് നമ്മുടെ പ്രധാന വിഷയം. ഇവിടെ കിടന്ന് വട്ടം കളിക്കുകയല്ല. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമനം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഘട്ടം ഘട്ടങ്ങളാക്കി ആയ വചനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഈ ലോകത്തിലെ ഒരു IAS നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് IAS ഒരു കുഴപ്പമില്ല. ഒരു മന്ത്രിയാക്കണോ? മന്ത്രിയാക്കാം. കള്ളം പറയാൻ പഠിച്ചാൽ മതി. തട്ടിപ്പും വെട്ടിപ്പും ഉസ്താദും ഒക്കെ ചെയ്താൽ മതി, ആ മന്ത്രി ആയിക്കോളും. കുറെ വെട്ടും കൊലപാതകമൊക്കെ നടത്തിയാൽ മുഖ്യമന്ത്രി തന്നെയാവും. അപ്പം അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ. എന്നാൽ അതല്ല സഹോദരങ്ങളെ, നമ്മളെ ദൈവം
ആഗ്രഹിക്കുന്നത് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാഹളം ധ്വനിക്കുമ്പോൾ ആ ശരീരത്തോട് താതാത്മ്യമുള്ളൊരു ശരീരം നമ്മൾ പ്രാപിച്ചെടുക്കുന്നു. അതാ വിഷയം. മരണമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത ഒരു ശരീരം, ഒരു രൂപാന്തര ശരീരം. ആ രൂപാന്തര ശരീരം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭാര്യ അങ്ങോട്ട് വന്നില്ലെന്നോ മക്കളാരും വന്നില്ലെന്നോ ഒരു ചിന്തയുമില്ല. ഇപ്പൊ ചിന്തയുണ്ട്. എല്ലാ ഇത്തുങ്ങളെല്ലാം നരകത്തിൽ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സ്വർഗത്തിൽ എന്ന് കഴിയുമ്പോഴോ, അയ്യോ എൻ്റെ ഭാര്യ വന്നില്ലല്ലോ, അയ്യോ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ, അയ്യോ എൻ്റെ അച്ഛനെ കണ്ടില്ലല്ലോ, അയ്യോ എൻ്റെ മോനെ കണ്ടില്ലല്ലോ, അല്ലോ MBBS ബാംഗ്ലൂർ പഠിക്കാൻ വെച്ച കൊച്ചു തലതിരിഞ്ഞു പോയി, അതിനെ കണ്ടില്ലല്ലോ. ഒന്നുമില്ല, ആ ചിന്തകളൊന്നുമില്ല. രൂപാന്തര ശരീരത്തിന് യാതൊരു ചിന്തകളുമില്ല. അത് സ്വർഗീയ ശരീരമാണ്. അതിന് ജഡീകമായ യാതൊരു ചിന്തയുമില്ല. ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? ജഡപ്രകാരം എനിക്ക് ക്രിസ്തുവിനെ അറിയണ്ട, എനിക്ക് ആത്മാവിൽ അറിഞ്ഞാൽ മതി. അതാണ് ഏറ്റവും പ്രധാനം. ആത്മശരീരം നമുക്ക് കിട്ടും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. ഓ, എന്ത് ദൈവമക്കളെ ഇത്! എന്തുമായി വചനത്തിൻ്റെ കട്ടി! ഒന്ന് ചിന്തിക്കേ, ഇനിയെങ്കിലും ചിന്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നമ്മൾ പഠിക്കുന്ന വചനത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്! ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം, സ്വത്രം, ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പൊ ആദാം നിമിത്തം നമ്മൾ മരിച്ചു. ആ മരണത്തെ, ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു വന്ന് ആ മരണത്തെ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയും. നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുന്നു. ഞാൻ ചെയ്ത പാപത്തിന് പകരമായി എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ഇനി ഞാൻ നരകത്തിൽ പോകണ്ട. ഇനി നരകം എന്നുള്ള വിഷയം എന്നിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. ഇനി മരണത്തെ എനിക്ക് പേടിയില്ല. അതാ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ള പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം മരണം ചെയ്തവരിലും പാപം ചെയ്തവരിലും മരണം ആദ്യം മുതൽ മോശം വരെ വാണിരുന്നു. ഇപ്പൊ നമ്മൾ മരിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കുന്നില്ല. പിന്നെ മരിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞേ? ഹലോ, മരിക്കുന്നില്ലേ പിന്നെ എന്താ ചെയ്യുന്നത്? ഉറങ്ങാൻ പോവുക. ഇതൊന്നും അറിയുന്നില്ലേ? ലാസർ മരിച്ചപ്പോ കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞു? ലാസർ നിദ്ര കൊള്ളുന്നു, നാം അവനെ ഉണർത്താൻ പോകുന്നു. അവൻ രക്ഷിക്കപ്പെട്ടവന്റെ മരണം ഉറക്കമാണ്. പെന്തക്കോസുകാരെ, ഇന്നത്തെ പെന്തക്കോസുകാരെ കുറിച്ചുള്ള ശേഷിക്ക് മാനസാന്തരപ്പെട്ട പെന്തക്കോസുകാർ. പെന്തക്കോസിന്റെ ഉള്ളിലൊരു പെന്തക്കോസ് ഉണ്ടാകണം. ഉടായ്പ പരിപാടിയും കൊണ്ടൊന്നും അങ്ങോട്ട് പോക്ക് കിടക്കില്ല. മനസ്സിലായോ? മരണമില്ലെന്ന് പറഞ്ഞാൽ, മരണം മാറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വന്ന് നിത്യജീവൻ നമുക്ക് തന്നു. ഇനി നമ്മൾ മരിച്ചാൽ നമ്മൾ നിദ്രയിലേക്കാണ് പോകുന്നത്. എനിക്കതങ്ങോട്ട് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കുക. ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും, വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്ന വചനപ്രകാരം പൂർണ്ണ വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുകയല്ല ചെയ്യുന്നത്, അവൻ ഉറങ്ങുകയാണ്. ഉറങ്ങാൻ നേരത്തെ നമ്മൾ അവനെ കൊണ്ടുവന്ന് കുടിച്ചിടുക ചെയ്യുന്നത്. അതെന്താ കാര്യം? റോമർ 8:10 ആ വാക്യത്തിൻ്റെ മറുപടി. ഇന്നത്തെ പല ഭക്തന്മാർക്കും അത് അറിയത്തില്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു നമ്മളിലുണ്ട്, പക്ഷെ പാപനിമിത്തം ഈ ശരീരം മരിക്കണം. അത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം കൽപ്പിച്ചതുകൊണ്ട് മരിക്കണം. മഹാനായ ലെനിനാണെങ്കിലും അലക്സാണ്ടർ ആണെങ്കിലും മരിക്കണം. ട്രംപ് ആണെങ്കിലും ഏത്
ഈ അറേബ്യൻ നാടുകളിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാന്മാരാണ്. മരിച്ചേ പറ്റൂ. നിന്റെ മയ്യത്തെടുക്കും അതോടുകൂടി, നിന്റെ പരിപാടി. നീ ഏത് ജാതിക്കാരനാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നീ മരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നീ ഉറക്കത്തിലേക്കല്ല പോകുന്നത്. എന്നാൽ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് കർത്താവിന് പ്രിയനായിരുന്നു ലാസർ. ആ ലാസർ മരിച്ചപ്പോൾ ഉറക്കമാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ സഹോദര, നീ ഞാനും മരിക്കുമ്പോൾ ദൈവമക്കൾ പറയേണ്ടത് പാസ്റ്റർ ഉറങ്ങിക്കിടക്കുക. പാസ്റ്റർ നിദ്രയിലേക്ക് വീണു. ഇനി കർത്താവ് വരുമ്പോൾ നിദ്രയിൽ എഴുന്നേൽക്കും. അതാണ് മരണം എന്നുള്ള വിഷയം. പഠിക്കണം. ഇവിടെ സിനിമാ നടൻ മരിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കൂകി കിടന്ന് കാറ് വിളിച്ചതിന്റെ കാരണം അവർക്കറിയാം സംഗതി പോക്ക. മനസ്സിലായോ? കാരണം മരണമെന്ന ആ പ്രതിഭാസത്തെ ഓവർകം ചെയ്യുവാൻ കർത്താവിലുള്ള വിശ്വാസവും ദൈവപ്രമാണം അനുസരിച്ചുള്ള വിശുദ്ധമായ ജീവിതം മാത്രമേ അതിന് വഴിയുള്ളൂ. വേറൊന്നൊരു പരിഹാരവും അതിനില്ല. ഇന്ന് കാണുന്ന ലോകജാതികളെല്ലാം മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു കൊള്ളിയാൻ മിന്നുകയാണ്. എൻ്റെ അയൽവാസി ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയാണ്. കാരണം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? ദൈവമേ, അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞില്ലല്ലോ. പിന്നെ ഇന്നൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി ആണെങ്കിലും സുവിശേഷം കേൾക്കാത്തവർ ആരുമില്ല. അല്ല, കാട്ടിക്കിടക്കുന്ന വേടന്മാരെ പോലെ ഉള്ളവരൊക്കെ ഒരു പക്ഷേ കേൾക്കാം. അവിടെയും കൊണ്ടുപോയി ട്രാക്ടർ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു പാവം പിടിച്ച ഉപദേശി വെക്കേഷൻ വന്ന സമയത്ത് ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ കയറി ആ കുട്ടികളെ വചനം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ബജറംഗുകാർ പറയുക, ഇനി അടിക്കുകയല്ല ചെയ്യുന്ന കാൽ വെട്ടി മാറ്റുമെന്ന് പറഞ്ഞു. കാരണം ഇവരിലൊക്കെ സാത്താൻ്റെ വ്യാപാരം ഇരിക്കുന്നത്. അതിൻ്റെ കുടുംബത്തിൽ കയറി ചെല്ലുന്ന വിശ്വാസി പാസ്റ്റർ പ്രാർത്ഥിച്ച് ആത്മശക്തിയോടെ പോകും. പൗലോസിനെ പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ ആകുള്ളൂ. വലിയ ആത്മശക്തിയോടെ നീ പോ. അപ്പം നിന്നെ അവർ കൊല്ലട്ടെ. നിന്നെ അവരെ കൊല്ലുമ്പോൾ നിന്നെ കൊല്ലുന്നവൻ നീ വെച്ച വചനം അവർ പറഞ്ഞോളൂ. ഉള്ള കഥയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കൊന്നവനാ, കൊല്ലാൻ ഓശാന പാടിയവനാ പൗലോസ്. അവസാനം എന്താ പറ്റി? ഞാൻ സാധാരണ ഇങ്ങനെ പറയുക, സ്തെഫാനോസിനേക്കാളും 10,000 ശക്തിയുള്ള ഒരു പൗലോസിനെ ദൈവം സ്തെഫാനോസിന്റെ കൽക്കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. എന്നെ കൊന്നാൽ ആ സ്ഥാനത്ത് 10 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, പക്ഷേ കർത്താവേ, എന്നെ കൊല്ലുന്ന സ്ഥാനത്ത് നിന്ന് 10 പേര് എന്നെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളവർ എഴുന്നേറ്റ് വരണം. അതെൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചോ. നമ്മളെ ലോകം ഉമ്മ വെക്കാനൊന്നും പോകുന്നില്ല, കൊല്ലുക തന്നെ ചെയ്യും. ആ കൊല്ലുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ തലയിൽ ഒരു എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആ ഡേറ്റ് തീരുമ്പോൾ മാത്രമേ നിന്നെ കൊല്ലുള്ളൂ. അല്ലാതെ ഒരു ബജറംഗൾകാരനും ഒരു BJP-കാരനും ഒരു RSS-കാരനും നിന്നെ ഒരു ചുക്കും ചെയ്യില്ല. പിന്നെ ചെയ്യും, നീ തരികിടയും കാണിച്ച് ഏതോസം കൊടുത്ത് പ്രസംഗിച്ച് കാശുണ്ടാക്കി മക്കളെയും പഠിപ്പിച്ച് കാറും മേടിച്ച് ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിന്നെ അവർ കൊലവിളി നടത്തും. മനസ്സിലായോ? കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കണം. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ പറ, അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്നതിൻ്റെ മർമ്മം നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അത് ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, ഈ ഏകന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ ലംഘനം, അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കും. അപ്പോൾ ആദാം നിമിത്തം നമ്മൾ മരിച്ചുപോയി. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. അതാ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. മരണ വെട്ടിപ്പോയി കിടന്നുകൊണ്ട് ചപ്പൻ ചവറും ഒക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും കഥയൊന്നുമില്ല. ആയുസ് മുഴുവൻ ക്രിസ്തുവിൽ ജീവിച്ചു മരിക്കണം.
ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മരിക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ ലോട്ടറി എടുത്ത് തട്ടിലിട്ട് വിൽക്കുന്ന ഉപദേശി, കല്യാണത്തിന് ബ്രോക്കർ നിൽക്കുന്ന ഉപദേശി, വീടും പറമ്പും മേടിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശി, ഞങ്ങളുടെ എറണാകുളത്തുണ്ട് ഒരു ഉപദേശി. ഫ്ലാറ്റ് വാങ്ങിത്തരും, വീട് മേടിച്ചു, വണ്ടി മേടിച്ചു തരും, കിണ്ടി മേടിച്ചു തരും. പുള്ളിക്ക് കമ്മീഷൻ കൊടുത്താൽ മതി. പുള്ളി ഞങ്ങളോട് അങ്ങ് പിടങ്ങിയിരിക്കുക. എന്തിനാ പിടങ്ങണം? ഞാൻ നേരിട്ട് പറയാനിരിക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുവാശ്രയം. നിങ്ങൾ വല്ലവൻ്റെയും വീട്ടിൽ ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാനും സ്ഥലം മേടിച്ചു കൊടുക്കാനും, പുള്ളി തലക്കച്ചവടക്കാരനാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിലൂടെ ഞാൻ പഠിച്ചു മനസ്സിലാക്കി. അന്നേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുള്ളി പോയി. തലക്കച്ചവടം ചെയ്യാനല്ല, ഫ്ലാറ്റ് കച്ചവടം ചെയ്യാനല്ല, വണ്ടി കച്ചവടം ചെയ്യാനല്ല നമ്മളെ ആഗ്രഹിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കാനാണ്. മരിച്ച് നരകത്തിൽ പോകുന്ന മനുഷ്യനെ വചനം പ്രസംഗിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. 2 തീമോഥെയോസിന്റെ 1-ാം അധ്യായത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. അതെന്താണ് നമുക്കൊന്ന് വായിക്കാം. 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ എൻ്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. 2 തീമോഥെയോസ് 1:10 വായിച്ചാട്ടെ. എന്താ അവിടെ എഴുതി വെച്ചേക്കണേ? സുവിശേഷം കൊണ്ട് എന്ത് കിട്ടുമെന്നാ? ഫ്ലാറ്റ് കച്ചവടവും തലക്കച്ചവടം ആണോ എന്നാണ് അവിടെ എഴുതിയേക്കണേ. നോക്കിയേ. ആ, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു. മതി, നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു. സുവിശേഷം കൊണ്ട് എന്ത് കിട്ടി? ജീവനും അക്ഷയതയും. ക്ഷയിച്ചു പോകുന്ന ഈ ശരീരം ക്ഷയിക്കാത്ത നിത്യജീവൻ ഉളവാകത്തക്ക ഒരു ശരീരം നമുക്ക് കിട്ടി. സുവിശേഷം വിറ്റ് ഫ്ലാറ്റ് കച്ചവടം ചെയ്യാനും, പിന്നെ തലക്കച്ചവടം നടത്താനും, മൊത്തം വിറ്റ് കാശുണ്ടാക്കാനും അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പൈസ അന്യായമായിട്ട് നമ്മളൊരു മനുഷ്യനെയും ചതിക്കാനും വഞ്ചിക്കാനും പാടില്ല. ഒരു പൈസ, 5 പൈസ. എൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത അതാണ്. എനിക്ക് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്, ഞാൻ ആർക്കും 5 പൈസ കൊടുക്കാനില്ല. എൻ്റെ ജീവിതത്തിലെ രഹസ്യം അതാണ്. സ്നേഹം വഴി ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത്. 5 പവൻ്റെ മാല ഒരു അമ്മാമ്മ ഇട്ടുകൊണ്ട് ഒരു ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കാൻ. പാസ്റ്ററിൻ്റെ കണ്ണ് ആ മാലയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ ചോദിച്ചു, മാമയെ മാലയും തരുമോ? അത് തരാനല്ല, കാരണം ദൈവത്തെ പോലെ കാണുകയല്ലേ. ഈ കള്ള ഉപദേശിമാർ അവർ കാണുന്ന ദൈവത്തെ പോലെയാ. ഇയാക്കടെ കണ്ണ് കുറുക്കൻ്റെ കണ്ണി കോടിക്കൂട്ടെന്ന് പറഞ്ഞ പോലെ ഈ മാല മേടിച്ചെടുത്തു. പാസ്റ്ററിന് എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു, തിരിമറിച്ചു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു, വിശ്വാസികളൊന്നും വരാതെയായി, 5 പൈസയുടെ വരുമാനം ഇല്ലാതെയായി. പാസ്റ്ററിന് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ല. ഈ മാലയിട്ട അമ്മാമ്മയുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്തവനാ, കോവിഷ്ടൻ. മാല എവിടെടി? അതോടെ പ്രശ്നമായി. പാസ്റ്റർ പ്രതിക്കൂട്ടിലായി. നോക്കണേ. വീട്ടിൽ പ്രാർത്ഥിക്കാൻ, സഭയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മാല ഇട്ടുകൊണ്ട് വരുന്നൊരു പുതിയ വിശ്വാസി മാലയിട്ടെങ്കിൽ ആ മാല നിനക്ക് വേണ്ടിയുള്ളതല്ല, അതാ കെട്ടിയാൻ മേടിച്ചു കൊടുത്തതാ. അത് അവർ ചെയ്തോളും. വേണം നിനക്ക് കാറ് മേടിക്കാനും വീട് മേടിക്കാനും കൊച്ചുങ്ങളെ പഠിപ്പിക്കാനും അല്ല മാല. ഇതൊക്കെ പാസ്റ്റർമാർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയുമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ കൊണ്ട് വിശ്വാസികൾക്ക് ജീവനും അക്ഷയതയും കിട്ടണം. ഇവിടെ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് എന്ത് കിട്ടി? ഏകന്റെ ലഗ്നത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി 16-ാം വാക്യം വായിച്ച. 16-ാം വാക്യം പെട്ടെന്ന് പോകാം നമുക്ക്. 5:16, റോമർ 5:16. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ആദാമാകുന്ന ഏക മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ഇടയായി എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. അടുത്ത കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന
നീതീകരണ വിധിക്ക് കൃപാവരം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള കൃപാവരം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ.